ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പൊടീസ് വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റ് സ്മൂത്തിയുടെ റെസിപ്പിയുമായിട്ടാണ്. വെയിറ്റ് ലോസ് ആഗ്രഹിക്കുന്നവർക്കൊക്കെ കഴിക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു സ്മൂത്തിയുടെ റെസിപ്പിയാണ് ഇത്. വീഡിയോ കാണുമ്പോൾ ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് ലൈക്കും കൂടി ചെയ്തേക്കണേ. അപ്പോൾ നമുക്കിതെങ്ങനെ തയ്യാറാക്കി എടുക്കുന്നതെന്ന് ഒന്ന് നോക്കിയിട്ട് വരാം. സ്മൂത്തി തയ്യാറാക്കി എടുക്കുന്നതിനായിട്ട് നമുക്ക് ആദ്യം തന്നെ വേണ്ടത് ഓട്സാണ്. ഞാനിവിടെ 3 ടേബിൾ സ്പൂൺ ഓട്സാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതൊന്ന് റോസ്റ്റ് ചെയ്തിട്ട് എടുക്കാം. അതിനായിട്ടൊരു പാനിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം. അതിനുശേഷം ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിതിങ്ങ് വറുത്തിട്ടെടുക്കാം. ഇതിൻ്റെ കളറൊന്നും ചേഞ്ചായി പോകേണ്ട ആവശ്യമില്ല. ഇതിൽ നിന്നും നല്ലൊരു സ്മെല്ലൊക്കെ വരും. അതുവരെ വേണം വറുത്തിട്ടെടുക്കാൻ വേണ്ടിയിട്ട്. ഇനിയിപ്പോൾ റോസ്റ്റ് ചെയ്തിട്ട് എടുക്കാൻ താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ ഇതൊന്ന് സോക്ക് ചെയ്തിട്ട് എടുത്താൽ മതിയാവും. ഒരു 5 മുതൽ ഒരു 10 മിനിറ്റ് വരെയൊക്കെ ഒന്ന് കുറച്ച് വെള്ളം ഒഴിച്ച് സോക്ക് ചെയ്തിട്ട് എടുത്താൽ മതിയാവും. അതിനുശേഷം ആ ഒരു വെള്ളം മാറ്റിയിട്ട് ഓട്സ് മാത്രമാക്കി എടുത്താൽ മതി. അപ്പോൾ ഇതാ ഓട്സൊക്കെ ഇവിടെ നന്നായിട്ടൊന്ന് റോസ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതൊന്ന് എടുത്ത് മാറ്റി വെക്കാം. ഇതിൻ്റെ ചൂടൊന്ന് മാറി വരണം. അപ്പോൾ ഇതാ ഓട്സിൻ്റെ ചൂടൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഇത് നമുക്കൊരു മിക്സിയുടെ വലിയ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഫ്ലാക്സ് സീഡാണ്. അതൊരു 1 ടേബിൾ സ്പൂൺ അളവിലാണ് ചേർത്ത് കൊടുക്കുന്നത്. അതിനുശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് മാങ്ങയാണ്. നന്നായിട്ട് പഴുത്ത മാങ്ങയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഈ ഒരു വലിപ്പത്തിലുള്ള ഒരു മാങ്ങയാണ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം അതിൻ്റെ തൊലിയൊക്കെ മാറ്റിയിട്ട് ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അതുകൂടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നീട് ചേർത്ത് കൊടുക്കുന്നത് ഏലക്കായുടെ കുരുവാണ്. ഏലക്കാപ്പൊടി കയ്യിലുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താലും മതിയാവും. ഇനിയിപ്പോൾ ഇതൊന്നും ചേർക്കാൻ താല്പര്യമില്ലെങ്കിൽ ഒഴിവാക്കുകയും ചെയ്യാം. പിന്നീട് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഈന്തപ്പഴമാണ്. ഇത് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതിയാവും. ഞാനിവിടെ ഒരെണ്ണം മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. സോഫ്റ്റ് ആയിട്ടുള്ളതായതുകൊണ്ടാണ് ഇങ്ങനെ ചേർത്ത് കൊടുക്കുന്നത്. സോഫ്റ്റ് അല്ല എന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളത്തിൽ കുതിർത്തി വെച്ചതിന് ശേഷം ചേർത്ത് കൊടുക്കുക. അടുത്തതായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ചിയാ സീഡാണ്. ഞാനിവിടെ 1/2 ടേബിൾ സ്പൂൺ ചിയാ സീഡ് എടുത്തിട്ട് കുറച്ച് വെള്ളത്തിൽ 1 മണിക്കൂറോളം കുതിർത്തി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ചിയാ സീഡ് നമുക്ക് ഈ ഒരു മിക്സിയുടെ ജാറിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം. പിന്നീട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് പാലാണ്. ഞാനിവിടെ ആൽമണ്ട് മിൽക്കാണ് എടുത്തിട്ടുള്ളത്. ലോ ഫാറ്റ് മിൽക്ക് ഉപയോഗിക്കാം, അല്ലെങ്കിൽ വെള്ളം ഒഴിച്ചു കൊടുത്താലും മതിയാവും. ഞാനിവിടെ 1/4 കപ്പ് അളവിലാണ് എടുത്തിട്ടുള്ളത്. അത് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് വരാം. അപ്പോൾ ഇത് ആദ്യം നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു ഗ്ലാസ്സിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം അതിൻ്റെ മുകളിലേക്ക് കുതിർത്തി വെച്ചിട്ടുള്ള ചിയാ സീഡ് വെച്ച് കൊടുക്കാം. നേരത്തെ ചിയാ സീഡ് ചേർത്തപ്പോൾ കുറച്ച് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അതാണിപ്പോൾ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള മാങ്ങയുടെ പീസും കൂടി വെച്ച് കൊടുക്കാം. അപ്പോൾ ഇത് ഇത്രയേ ഉള്ളൂ. നല്ല ഹെൽത്തി ആയിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള ഓട്സ് മാംഗോ സ്മൂത്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് തയ്യാറാക്കി നോക്കണേ. തയ്യാറാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയാൻ മറക്കരുതേ. നമ്മുടെ ചാനലിൽ ഇതുപോലുള്ള കുറേ റെസിപ്പീസ് ഉണ്ട് കേട്ടോ, ഹെൽത്തി റെസിപ്പീസൊക്കെ. അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ടു നോക്കണേ. വെയിറ്റ് ലോസ് ഒക്കെ ആഗ്രഹിക്കുന്നവർക്ക് കഴിക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു റെസിപ്പിയാണിത്. ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കഴിക്കാൻ പറ്റിയിട്ടുള്ള റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറന്നു പോകലേ. നമ്മുടെ ചാനലിൽ വെയിറ്റ് ലോസുമായിട്ട് ബന്ധപ്പെട്ട കുറേ വീഡിയോസ് ഇട്ടേപ്പോണ്ട് കേട്ടോ, കുറേ റെസിപ്പീസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും കണ്ടു നോക്കണേ. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണേ. വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്.